നമ്മൾ കൊല്ലത്തെ മനോഹരമായ കായൽപ്പരപ്പിലാണ്. ഒരു കാലത്ത് ഇതൊരു തകർക്കാനാവാത്ത ചെങ്കോട്ടയായിരുന്നു. എന്നാൽ 2025 ഡിസംബറിൽ കൊല്ലം കോർപ്പറേഷൻ UDF തൂത്തുവാരി അത് LDFിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. അതിനോടൊപ്പം കശുവണ്ടി മേഖലയിലെ അമർഷവും. ഇതെല്ലാം നഗരമേഖലയിലെ ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരമാണ് സൂചിപ്പിക്കുന്നത്. അതിനൊപ്പം RSPയുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടവും പലയിടങ്ങളിലായി BJPയുടെ വളർച്ചയും പരമ്പരാഗതമായ ഇഞ്ചോടിഞ്ച് മത്സരങ്ങളെ പ്രവചനാതീതമായ ത്രികോണ മത്സരമാക്കി മാറ്റുന്നു. ഞങ്ങൾ കൊച്ചിയിലാണുള്ളത്. എൻ്റെ കൂടെ രവീന്ദ്രൻ, സീമ എന്നീ ദമ്പതികളുണ്ട്. ഇലക്ഷൻ എങ്ങനെയുണ്ട്? ആരാണ് മുന്നിൽ? ഇവിടെ ജോയി ജയിക്കും. ഇവിടെ ജോയി ജയിച്ചിരിക്കും. 100% ഉറപ്പാണ്. കേരളത്തിൽ UDF. LDF വേണ്ട. LDF അല്ല. ഞങ്ങൾ ഒരുപാട് വെൽഫെയർ ചെയ്തിട്ടുണ്ട്, പെൻഷൻ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നില്ലേ? മെയിൻ കാര്യം நிறைய വെൽഫെയർ பண்ணிருக்கோம், പെൻഷൻസ് കൊടുക്കறோம் அப்படிங்கறாங்க இல்லையா? അതൊക്കെ ഇപ്പൊ എത്ര പേര് ഇത്ര മാസം കൊടുക്കും. ഈ അവസാന സമയത്ത് മാത്രം കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പറയും. അല്ലാതെ ജനങ്ങൾ അറിയിക്കണമെന്ന് ആരെങ്കിലും അറിയണ്ട. ഇവർക്കൊക്കെ അവിടെ പോയിരുന്ന് അങ്ങോട്ട് ഭരിച്ചാൽ മതി. പാവപ്പെട്ട ഒരാൾക്കാരുടെ കാര്യം മെയിനായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. ഞാൻ RCC ആശുപത്രിയിൽ നിന്ന് മരുന്നില്ല, പുറത്തുനിന്ന് കാശ് കൊടുത്ത് മേടിക്കണമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ വിഷമുള്ള കാര്യം തന്നെ. ശരിക്കും പറയാം എൻ്റെ കണ്ണ് നിറഞ്ഞുകൊണ്ട് ഞാൻ പറയണേ. അപ്പോൾ ഇതുപോലെയുള്ള ഭരണമൊക്കെ കാഴ്ചിട്ട് എന്തിനാണ് ക്യാൻസർ എത്ര പറഞ്ഞ് ഇപ്പുറത്ത് പറഞ്ഞാണ്. എത്ര പേരാണ് RCCയിൽ ഇപ്പോൾ ഒന്ന് പോയി നോക്ക്. RCC ആശുപത്രിയില്ലേ തിരുവനന്തപുരം, അവിടെ ഞാൻ കിടന്നു വെച്ചതാണ്. നിങ്ങളുടെ കുട്ടി, നിങ്ങളുടെ മകൾ ഡോക്ടറാണോ? ഡോക്ടറായി. ഉങ്ക കുട്ടി ഉങ്ക പൊണ്ണ് ഡോക്ടറാ? ഡോക്ടറായി എന്ന് വെച്ചാൽ അതൊക്കെ കഷ്ടപ്പാടെന്ന് പറയാം. ഇത് മുങ്ങിയും പകലില്ലാണ്ടൊക്കെ ആണ്. നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? തെരഞ്ഞെടുപ്പിൽ എന്താവണമെന്ന് വിചാരിക്കുന്നു? തെരഞ്ഞെടുപ്പിൽ എന്താണ് പ്രതീക്ഷ നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? പ്രതീക്ഷ. കുട്ടികളെ പറ്റി പറയൂ. കുട്ടികൾ എനിക്ക് കഴിയാതിരുന്നത് എന്റെ മക്കൾക്ക് സാധിച്ചു. എനിക്ക് പറ്റാത്ത എന്റെ മക്കൾക്ക് സാധിച്ചു. അത് ആഗ്രഹമായിരുന്നു. എന്റെ മക്കൾ നല്ല നേരം ഞാൻ പ്രീ-ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിരിക്കും കല്യാണം കഴിഞ്ഞു. പിന്നെ പഠികളായി. അപ്പൊ എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പൊ എനിക്ക് ആഗ്രഹമായിരുന്നു. ഒരാൾ അപ്പൊ എന്നോട് 10ലായപ്പോ എന്നോട് പറഞ്ഞു എനിക്ക് ഡോക്ടർ. ഇപ്പൊ PG ചെയ്യുന്നു ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. അങ്ങനെ പഠിച്ച് ആയുർവേദ ഡോക്ടറാ. ഇപ്പൊ PG ചെയ്യണം. രണ്ടാമത്തെ ആൾക്ക് മെഡിസിന് പോകണ്ട, എനിക്ക് സ്പേസിന്റെ പഠിച്ചാൽ മതിയിരുന്നു. എന്നാൽ ആ പഠിപ്പിനെല്ലാം ഞങ്ങൾ സഹായിക്കാമെന്നല്ലേ LDF ഇപ്പോൾ ഇദ്ദേഹം പിണറായി വിജയൻ പറയുന്നത്? അദ്ദേഹത്തിന്റെ സഹായം കൊണ്ടല്ലേ ടെക്സ്റ്റ് ബുക്ക് എല്ലാം നന്നായി വരുന്നത്? പിണറായി വിജയൻ അവരുടെ ഹെൽപ്പിനാലില്ല ടെക്സ്റ്റ് ബുക്ക് എല്ലാം നല്ല വരുത്. അതൊക്കെ ഉണ്ടെന്നൊക്കെ പറയണു. പക്ഷെ ഏകദേശം മുങ്ങിക്കൊണ്ടിരിക്കണേണ്. ഇപ്പൊ ഗവൺമെന്റ് ഏകദേശം മുങ്ങിക്കൊണ്ടിരിക്കണേ. ഇനിയും ശരിക്കും അവര് തന്നെ വരണം. കാരണം ഈ മുങ്ങിയിരിക്കണേ. അപ്പോൾ ഈ ദമ്പതികൾ ഉറപ്പായും UDFനെ പിന്തുണയ്ക്കുന്നവരാണ്. 10 വർഷത്തെ LDF ഭരണത്തിന് ശേഷം ഒരിക്കൽ കൂടി UDF ഭരണം കാണാൻ സാധിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു.